ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സേഫായി ഇരിക്കുന്നത് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഒരു SMPS പവർ സപ്ലൈയെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഒരു SMPSനെ കുറിച്ചാണ്. നമ്മൾ ഇന്നലെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ലീനിയർ പവർ സപ്ലൈ കിട്ടി കണ്ടു. വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ ലീനിയർ ആയിട്ട് ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു സ്വിച്ചിങ് റെഗുലേറ്ററിനെ കുറിച്ചാണ്. സ്വിച്ചിങ് റെഗുലേറ്റർ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു DC ഔട്ട്പുട്ട് DC ഇപ്പോൾ നമ്മുടെ അടുത്ത് 10 വോൾട്ട് ഉണ്ട്. ഔട്ട്പുട്ട് ഒരു 5 വോൾട്ട് വേണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ലീനിയർ ആണെങ്കിൽ ചെയ്യുക, ഈ 10 വോൾട്ട് 5 വോൾട്ട് ഇവിടെ ബേസിക് കൊടുത്തിട്ട് എമിറ്ററിൽ നിന്ന് 5 വോൾട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ലീനിയർ പവർ സപ്ലൈ കണ്ടത്. എന്നാൽ പൾസ് വിഡ്ത്ത് മോഡുലേഷനിൽ അങ്ങനെയല്ല. 10 വോൾട്ട് സപ്ലൈ ആണെങ്കിൽ അതിനെ നമ്മൾ ഓൺ ഓഫ് ചെയ്യും. ഇങ്ങനെ ഓൺ ഓഫ് എന്ന് കണ്ടിന്യൂസ് പൾസാക്കി മാറ്റും. പൾസാക്കി മാറ്റിയിട്ട് ഇതിനെ ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും വിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഈ 10 വോൾട്ടിൻ്റെ പൾസ് കൊടുക്കുകയാണ്. അപ്പം ഇത് ഇപ്പോൾ ഒരു സെക്കൻഡ് സമയം ഓൺ, ഒരു സെക്കൻഡ് സമയം ഓഫ്. അതിനാണ് ഈക്വൽ ടൈം ഓണും ഓഫിനാണെങ്കിൽ അതിന് നമ്മൾ പറയും 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയും. ഇങ്ങനെ ഓൺ ഓഫ് ആകുന്നതിനെ ഡ്യൂട്ടി സൈക്കിൾ എന്നാണ് പറയുക. ഡ്യൂട്ടി സൈക്കിൾ എന്ന വാക്കാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുക. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഇവിടെ 24 വോൾട്ട് DC ഉണ്ട്. എനിക്കിപ്പോൾ ഔട്ട്പുട്ട് 12 വോൾട്ട് വേണമെന്ന് വിചാരിക്കുക. ഞാൻ റെഗുലേറ്റ് ചെയ്യുകയല്ല ചെയ്യുക. ഈ 24 വോൾട്ടിനെ 50% ടൈം ഓൺ ആക്കും, 50% ടൈം ഓഫ് ആവും. അപ്പോൾ ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് 24 ആയിരിക്കും. അപ്പോൾ ഈ കപ്പാസിറ്റർ റെസിസ്റ്ററിൽ കൂടെ ചാർജായി ഇവിടെ കിട്ടുന്ന DC എന്നത് ഇതിൻ്റെ പകുതി 12 വോൾട്ട് ആയിരിക്കും. ഇതാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്കിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കൂടുതൽ വോൾട്ടേജ് കുറച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഓൺ ടൈം കുറയ്ക്കും, ഓഫ് ടൈം കൂട്ടും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഔട്ട്പുട്ട് വേണമെങ്കിൽ 5 വോൾട്ട് ആക്കാം, 2 വോൾട്ട് ആക്കാം, എത്ര വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, ഇതിനാണ് പറയുന്ന പേര് PWM, പൾസിൻ്റെ വിഡ്ത്തിൻ്റെ മോഡുലേഷൻ. മോഡുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരുത്തുക. പൾസിൻ്റെ വിഡ്ത്തിന് മാറ്റം വരുത്തി ഔട്ട്പുട്ട് വോൾട്ടേജ് മാറ്റുന്ന രീതിക്കാണ് PWM എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ വരുന്ന പൾസ് ആവറേജ് വോൾട്ടേജ് ഈ കപ്പാസിറ്റി വഴി ചാർജ് ചെയ്ത് നമുക്ക് കിട്ടും. അങ്ങനെയാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ഒരു LED പകുതി ഗ്ലോ വേണമെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ എന്ത് ചെയ്യും? പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആണെങ്കിൽ ഒരു മോസ്ഫെറ്റ് ഇടുന്നു, ഒരു LED ഇവിടെ കണക്ട് ചെയ്യുന്നു. ഞാൻ ഈ LEDക്ക് 50% പൾസ് കൊടുത്താൽ LED നമുക്ക് എന്ത് ചെയ്യും? പകുതി വെളിച്ചം നൽകും. അതേസമയം ഇത് ഫുള്ള് കൊടുത്തു കഴിഞ്ഞാലോ ഓഫ് ടൈം തീരെ കുറവായിരിക്കും, ഓൺ ടൈം ഇങ്ങനെ. അപ്പോൾ ഓഫാകും നമ്മൾ കാണൂല. അപ്പോൾ മാക്സിമം ഇതിന് 99% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയും. പെട്ടെന്ന് തന്നെ ഓൺ ടൈം വളരെ കൂടുതലും ഓഫ് ടൈം വളരെ കുറവായിരിക്കും. ഇങ്ങനെയാകുമ്പോൾ ഈ ലൈറ്റിൻ്റെ LEDയുടെ വെളിച്ചം ഫുള്ളായിരിക്കും. ഇതിനെയാണ് PWM എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ലൈറ്റിൻ്റെ ഗ്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നില്ല. ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുമ്പോഴുള്ള കുഴപ്പം എന്നാണ്? നമ്മളതിൽ വോൾട്ടേജ് ഡ്രോപ്പായി അത് ചൂടാവും. ഇവിടെ ചൂടാകുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതൊന്നെങ്കിൽ ഓണാണ് അല്ലെങ്കിൽ ഓഫാണ്. അപ്പോൾ ഓൺ ടൈമിലും ഓഫ് ടൈമും അത് ചൂടാകാത്തത് കൊണ്ട് അല്പം പോലും പവർ വേസ്റ്റ് ഇല്ലാതെ ഈ LEDയുടെ ലൈറ്റ് ഇൻറ്റൻസിറ്റി നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ഇതിനു വേണ്ടി നമുക്ക് അതിനുള്ള സർക്യൂട്ട് ഉപയോഗിക്കും. അപ്പം ഒട്ടും വെളിച്ചം വേണ്ടാത്തപ്പോൾ നമ്മൾ ഓൺ ടൈം വളരെ കുറവും ഓഫ് ടൈം വളരെ കൂട്ടി വെക്കും. ഫുൾ വെളിച്ചം വേണ്ട സമയത്ത് ഓൺ ടൈം മാക്സിമം കൂട്ടും, ഓഫ് ടൈം തീരെ കുറച്ച് വെക്കും. ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഈ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ SMPS പവർ സപ്ലൈയിലേക്ക് വരാം. അപ്പോൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലായി.
പൾസിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡി സി ഔട്ട്പുട്ട് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ നിന്ന് പർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 24 വോൾട്ടിൽ നിന്ന് നമുക്ക് 2.4 വോൾട്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10% സമയം ഓൺ ചെയ്യും, 90% സമയം ഓഫാക്കി വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? 24ൻ്റെ ആവറേജ്, ഇതിൻ്റെ വോൾട്ടേജ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.4 വോൾട്ട് ആയിരിക്കും. ഈ ടെക്നിക്കാണ് നമ്മൾ പൾസ് വിഡ്ത്ത് മോഡുലേഷന് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് ഒരു SMPSൻ്റെ സർക്യൂട്ടാണ്. അല്ലെങ്കിൽ SMPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സ്വിച്ച് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് DC കൺട്രോൾ ചെയ്യുക. അതിനുള്ളൊരു സിമ്പിൾ സർക്യൂട്ടാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്, പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 230 വോൾട്ടിനെ ഒരു റെക്ടിഫയർ ഉപയോഗിച്ച് ഡയറക്റ്റ് ഫിൽട്ടർ ചെയ്ത് DC ആക്കുന്നു. അപ്പോൾ 230നെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വോൾട്ടേ ഉണ്ടാവും? ഏകദേശം 325 വോൾട്ട് DC ഉണ്ടാവും. അത് 230 × √2, അതായത് 230 ഏതൊരു AC-നെയും പീക്ക് കാണാനായിട്ട് നമ്മൾ ചെയ്യുന്നത് 230 × 1.414 എന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ മാക്സിമം വോൾട്ടേജ് കിട്ടും. ഇതാണ് അതിൻ്റെ പീക്ക്. ഈ പീക്ക് വോൾട്ടേജിനെ നമ്മളൊരു കപ്പാസിറ്റർ വെച്ച് ഫിൽട്ടർ ചെയ്യുന്നു. അപ്പോൾ ഒരു 300 വോൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുക. ഈ 300 വോൾട്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലുണ്ടാവും. ഇതിനിവിടെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ PWM കൺട്രോളർ IC നമ്മളിവിടെ ഉപയോഗിക്കും. PWM കൺട്രോളറിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഈ ഔട്ട്പുട്ട് പിന്നെ പൾസ് നമുക്ക് ഓൺ ഓഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മോസ്ഫെറ്റ് ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ് കണക്റ്റഡ് ആണ്, ഇവിടെ ഗ്രൗണ്ടഡ് ആണ്. അപ്പോൾ ഇത് ഓൺ ഓഫ് ആകുമ്പം ഈ വൈൻഡിങ്ങിന് 300 വോൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഓരോ പ്രാവശ്യം ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രത്യേകത, ഇതിനെ ഫ്ലൈ ബാക്ക് കൺവേർട്ടർ എന്നാണ് പറയുക. ഫ്ലൈ ബാക്ക് കൺവേർട്ടർ എന്ന് പറയാൻ കാരണം ഇതിൽ ഫുൾ ടൈം ഇതില്ല. അതായത് ഈ ആദ്യത്തെ ഒരു ടൈം, അതായത് ഫസ്റ്റിലെ ഈ മോസ്ഫെറ്റ് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഈ ട്രാൻസ്ഫോമറിൻ്റെ കോറിലേക്ക് എനർജി സ്റ്റോർ ആകുന്നു. ഇത് ഓഫാകുന്ന സമയത്ത് ഈ സ്റ്റോർ ചെയ്ത എനർജി സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് ഡിസ്ചാർജ് ആകുന്നു. അതായത് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിലത്തേത് ഓൺ ആക്കുന്നു, ഇതൊരു പൾസ്. ഓഫാകുന്ന സമയത്താണ് സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് DC പോകും. ഇത് സെക്കൻഡറി, ഇത് പ്രൈമറി, രണ്ടിലും ഒരേ സമയമില്ല. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലൈ ബാക്ക് മോഡ് എന്ന് പറയുന്നത്. ഇത് ഫ്ലൈ ബാക്ക് പവർ സപ്ലൈ. ഫ്ലൈ ബാക്ക് പവർ സപ്ലൈയിൽ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒരേ സമയം കറണ്ട് ഉണ്ടാവില്ല. പ്രൈമറി ഓഫ് ആകുമ്പോഴാണ് സെക്കൻഡറിയിൽ കറണ്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഒരു ഡയോഡ് നമ്മൾ വെച്ചാൽ മതി. അല്ലെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ആയിട്ട് 4 ഡയോഡ് വേണമായിരുന്നു. കാരണം പ്രൈമറിയിലും സെക്കൻഡറിയിലും എപ്പോഴും കറണ്ട് ഫ്ലോ ഇല്ല. അതിനാണ് ഫ്ലൈ ബാക്ക് കൺവെർട്ടർ എന്ന് പറയുക. അതായത് ഇത്തരം ട്രാൻസ്ഫോമറിൽ ഇതിൻ്റെ കോറിൽ, അതായത് ഇപ്പോൾ ഫെറൈറ്റ് കോറിന്, ആ ഫെറൈറ്റ് കോറിനകത്താണ് അതിൻ്റെ എനർജി സ്റ്റോർ ആകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഡോട്ട് ഇട്ടിരിക്കുന്ന നിങ്ങൾ കണ്ടു കാണും. ഈ ട്രാൻസ്ഫോമർ ചുറ്റുന്ന സമയത്ത് ഒരു വൈൻഡിങ് ഇങ്ങനെ ചുറ്റിയാൽ മറ്റേ വൈൻഡിങ് തിരിച്ച് ചുറ്റണം. ആ ചുറ്റുന്ന ഡയറക്ഷനാണ് ഇവിടെ ഡോട്ട് കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഓഫ് ആകുമ്പോൾ അടുത്ത വൈൻഡിങ്ങിലേക്ക് പവർ DC സ്റ്റോർ ആവും. അപ്പം അതുകൊണ്ടാണ് ഹാഫ് വേ റെക്ടിഫയർ മതി. കാരണം മറ്റേ സൈഡിൽ സമയത്ത് നമുക്ക് പവർ ആ വൈൻഡിങ് വോൾട്ടേജ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം പവർ ഓൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 300 വോൾട്ട് DC വരുന്നു. 300 വോൾട്ട് DC വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരു റെസിസ്റ്റർ വഴി ഈ ICക്ക് ഒരു DC കിട്ടും. ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റർ വഴി ഈ ICയുടെ DC പവർ സപ്ലൈ കിട്ടും. അതൊരു 20-30 വോൾട്ടിലാണ് ഈ IC വർക്ക് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഈ ICക്ക് മിനിമം ഓൺ ആകാൻ വേണ്ട ഒരു DC വോൾട്ടേജ് ഉണ്ട്. പല ICക്കും പലതാണ്. ഇപ്പോൾ ഈ ICക്ക് മാക്സിമം 30 വോൾട്ടൊക്കെ കൊടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ 30 വോൾട്ടിലേക്ക് എത്താൻ തുടങ്ങുമ്പോഴേക്ക് ഈ ICയുടെ ഔട്ട്പുട്ട് പൾസ് സ്റ്റാർട്ടാവും. പൾസ് സ്റ്റാർട്ടായി തുടങ്ങി കഴിയുമ്പോൾ ഈ ട്രാൻസ്ഫോമർ ഓൺ ഓഫ് ആകാൻ തുടങ്ങും. ഓണായ ആകുന്ന സമയത്ത് ഇതിൻ്റെ ഇവിടെ ഒരു ഡയോഡും ഒരു സിഗ്നൽ ഡയോഡും ഉണ്ടാകും. ഇതിനെ നമ്മൾ സാധാരണ കാണുന്നത് P6KE200 എന്നൊക്കെ പറഞ്ഞ സിഗ്നൽ ഡയോഡ്. അതായത് 200 വോൾട്ടിൻ്റെ സിഗ്നലാണിത്. 200 വോൾട്ട് 6 വാട്ടിൻ്റെ. അതായത് ഇതിൻ്റെ സെക്കൻഡറി ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രത്യേകത, ഈ ട്രാൻസ്ഫോമർ ഈ മോസ്ഫെറ്റ് ഓഫ് ആകുന്ന സമയത്ത് ഇതിലെ എനർജി, നമുക്കറിയാം ഒരു ഇൻഡക്ടറിൽ കൂടെ വോൾട്ടേജ് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓഫായാൽ അത് ബാക്കിലേക്ക് ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന ഹൈ വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് തിരിച്ച് ഡയോഡ് ഇട്ടിരിക്കുന്നത്.
ഈ ഡിസ്ചാർജ് ചെയ്യാൻ കുറച്ച് എനർജി പോകാൻ വേണ്ടി, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വെരി ഹൈ വോൾട്ടേജ് വന്ന് ഈ മോസ്ഫെറ്റ് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഓഫ് ആകുന്ന സമയത്ത് ഇതിലെ സ്റ്റോറായ എനർജി സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് എത്ര വോൾട്ടേജ് വേണേലും വൈൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇത് നമുക്കിപ്പോൾ ഒരു 5 വോൾട്ട് വേണം, ഒരു 12 വോൾട്ട് വേണം, എത്ര വൈൻഡിങ് വേണേലും നമുക്ക് സെപ്പറേറ്റ് വൈൻഡ് ചെയ്യാം. ഓരോന്നേലും സെപ്പറേറ്റ് ഇട്ടാൽ മതി. പക്ഷേ നമുക്ക് റെഗുലേറ്റ് ചെയ്യുക ഒന്നേൽ മാത്രമേ പോസിബിൾ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് 12 വോൾട്ട് വേണമെന്ന് വിചാരിക്കുക. ഈ 12 വോൾട്ടിനെ ഞാനൊരു റെസിസ്റ്റർ വഴി ഒരു സിഗ്നൽ ഡയോഡ് വഴി ഈ വോൾട്ടേജ്, ഈ സിഗ്നൽ ഡയോഡ് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഈ സിഗ്നൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റബിൾ സിഗ്നൽ ഡയോഡാണിത്. TL431 എന്ന് പറയും. ഇതിന് അഡ്ജസ്റ്റബിൾ സിഗ്നൽ ഡയോഡ് എന്ന് പറയും. അപ്പോൾ എത്ര വോൾട്ടേജ് വേണമെങ്കിലും നമുക്കിവിടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ വരച്ചിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വെച്ച് കഴിയുമ്പോൾ ഈ ട്രിഗർ ഓൺ ആവും. സിഗ്നൽ ഓൺ ആയി കഴിയുമ്പോൾ ഈ ഓപ്റ്റോ കപ്പിളിൻ്റെ ഡയോഡിനകത്തൂടെ LED-ക്കകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഓപ്റ്റോ കപ്പിൾ നമുക്കറിയാം. ഓപ്റ്റോ കപ്പിളിൻ്റെ ഈ സൈഡ് ഓൺ ആകുമ്പം ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഈ ട്രാൻസിസ്റ്റർ ബേസിലേക്ക് കറണ്ട് കൊടുക്കുന്നത് പോലെയാണ്. കറണ്ട് കൊടുക്കുന്നതിന് പകരം LED-യിലെ ലൈറ്റ് കൊണ്ടാണ് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുന്നത്. അപ്പം ഈ ഈ LED ഓപ്റ്റോ കപ്പിളിൻ്റെ LED ഓൺ ആകുന്ന സമയത്ത് അതിലെ ലൈറ്റ് കൊണ്ട് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകാൻ തുടങ്ങും. ട്രാൻസിസ്റ്റർ ഓൺ ആകാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിച്ചു, ഈ വോൾട്ടേജ്, അതായത് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പം ഈ AC-യുടെ ഫീഡ്ബാക്ക് പിന്നിലേക്ക് വോൾട്ടേജ് എല്ലാം തുടങ്ങും. നമ്മൾ നേരത്തെ ഇന്നലെ കണ്ട ലീനിയർ റെഗുലേറ്റർ 723 IC-ലുള്ളതുപോലെ തന്നെ ഫീഡ്ബാക്ക് പിന്നിലെ വോൾട്ടേജും നോക്കിയിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഫീഡ്ബാക്ക് പിന്നിലെ വോൾട്ടേജ് കൂടിക്കുറയുമ്പോൾ ഔട്ട്പുട്ട് പൾസ് ചെറുതാകാൻ തുടങ്ങും. അപ്പോൾ ഫീഡ്ബാക്കിലേക്ക് വോൾട്ടേജ് കൂടുതൽ വന്നാൽ ഈ പൾസ് എന്ത് ചെയ്യും, ചെറുതാവും. അപ്പം ഒരു 12 വോൾട്ടിനാണ് ഔട്ട്പുട്ട് വേണ്ടെങ്കിൽ ആ 12 വോൾട്ട് എത്തിക്കഴിയുമ്പോൾ ഈ ഓപ്റ്റോ കപ്പിളർ വഴി ഫീഡ്ബാക്കിലേക്ക് വോൾട്ടേജ് വരുന്നത് കൊണ്ട് ഔട്ട്പുട്ട് 12 വോൾട്ടിൽ നിൽക്കും. അതായത് ഈ IC-യുടെ ഔട്ട്പുട്ട് പൾസ് നമ്മൾ ഫിക്സ് ആക്കി അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഈ പോർട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൾസിൻ്റെ വിടുത്ത് പിന്നെയും കൂടും. കാരണം പൾസ് വിടുത്ത് മോഡുലേഷനാണ് അവിടെ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ ഓപ്റ്റോ കപ്പിളർ എന്തിനാണ് ഉപയോഗിച്ചത്, ഈ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ കണക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഈ സൈഡ് ഹൈ വോൾട്ടേജ് സൈഡാണ്, ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം 230 ഡയറക്റ്റ് ആണ്. ഈ 5 വോൾട്ട് DC SMPS-ൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ ഷോക്ക് അടിക്കാൻ പാടില്ല. അപ്പം ഈ വോൾട്ടേജ് ഓപ്റ്റോ കപ്ലർ വഴി, അതായത് ലൈറ്റ് വഴിയാണ് ഇത് തമ്മിലുള്ള കണക്ഷൻ. ഡയറക്റ്റ് ഇലക്ട്രിക്കലി ഒരു കണക്ഷനും ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് ഓപ്റ്റോ കപ്ലർ വെക്കുന്നത്. അതായത് പ്രൈമറിയും സെക്കൻഡറിയും നമ്മൾ യാതൊരു കണക്ഷനും ഇല്ല. ഇവിടുത്തെ വോൾട്ടേജ് ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ LED-യിലെ ലൈറ്റ് ഉപയോഗിച്ചാണ് ഈ ട്രാൻസിസ്റ്ററിനെ ഓൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓപ്റ്റോ കപ്ലർ. നമുക്കറിയാം MCT2E അല്ലെങ്കിൽ 4N35 4N25 ഇങ്ങനത്തെ ഓപ്റ്റോ കപ്ലർ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് ശരിക്കും ഒരു ട്രാൻസിസ്റ്റർ ആയിട്ട് നമ്മൾ കണക്കൂട്ടിയാൽ മതി. ട്രാൻസിസ്റ്റർ ബേസിൽ കറണ്ട് കൊടുക്കുമ്പോൾ ഓൺ ആകുന്നത് പോലെ, മറിച്ച് ഇലക്ട്രിക്കലി കണക്ഷൻ ഇല്ല എന്നൊറ്റ വ്യത്യാസമേ ഉള്ളൂ. LED ലൈറ്റ് ഉപയോഗിച്ചാണ് ഇത് ഓൺ ആകുന്നത്. അപ്പം ഇത് ഓൺ ആവുന്നു. ഈ ഫീഡ്ബാക്ക് പിന്നിൽ വോൾട്ടേജ് കൂടാൻ തുടങ്ങുമ്പം ഔട്ട്പുട്ട് പൾസ് കുറയാൻ തുടങ്ങും. പൾസിൻ്റെ വിടുത്ത് കുറയാൻ തുടങ്ങും. അപ്പം ആദ്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും, അത് പിന്നെ ചെറുതായി ഹൈ ടൈം കുറയും, ലോ ടൈം കൂടും, അങ്ങനെ അഡ്ജസ്റ്റ് ആവും. പിന്നെ എന്ത് സംഭവിക്കും, നമ്മളിവിടെ ലോഡ് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ 5 വോൾട്ടിൽ ഒരു ലോഡ് കണക്ട് ചെയ്തു. അപ്പോൾ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കുറയാൻ തുടങ്ങും. കാരണം ലോഡ് കുറയാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഈ ഓപ്റ്റോ കപ്ലർ പിന്നെ ഓഫ് ആകാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ ഇവിടെ പൾസ് വിടുത്ത് കൂടി. അപ്പോൾ നമ്മൾ ആദ്യം ലോഡ് കണക്ട് ചെയ്യാത്ത സമയത്ത് നമ്മുടെ അടുത്ത് ഒരു പക്ഷേ പൾസ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ലോഡ് കണക്ട് ചെയ്യുമ്പോഴേക്കും പൾസിൻ്റെ വിടുത്ത് ഹൈ ടൈം കൂടും, ലോ ടൈം കുറയും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് ലോഡ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം ഇതാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ കൺട്രോൾ. ഇതിനെ ഫ്ലൈ ബാക്ക് കൺവെർട്ടർ എന്നാണ് വിളിക്കുക. ഫ്ലൈ ബാക്ക് എന്ന് വിളിക്കാൻ കാരണം പ്രൈമറിയിലും സെക്കൻഡറിയിലും ഒരേ ടൈമിൽ കറണ്ട് ഫ്ലോ ഇല്ല. ഇത് ഓഫ് ആകുന്ന സമയത്ത് അത് ഓണ്. രണ്ടിലും സാധാരണ ട്രാൻസ്ഫോമറിൽ അങ്ങനെയല്ല. പ്രൈമറിയും സെക്കൻഡറിയിലും എപ്പോഴും കറണ്ട് ഉണ്ടാവും. ഇവിടെ അത് അങ്ങനെയല്ല. ഇതിനാണ് ഫ്ലൈ ബാക്ക് കൺവെർട്ടർ എന്ന് പറയുന്നത്. ഫ്ലൈ ബാക്ക് കൺവെർട്ടറിൻ്റെ പ്രത്യേകത, ഇത് മാക്സിമം ഒരു 100 വാട്ടിൽ കൂടിയ SMPS നമുക്ക് ഈ ഫ്ലൈ ബാക്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതിലും വലുതാകുമ്പം നമുക്ക് ഫുൾ സ്വിച്ചിങ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. രണ്ട് സൈഡിലേക്കും കറണ്ട് ഫ്ലോ വേണം. ഇതിപ്പോൾ ഒരു സൈഡിലേക്കേ ഉള്ളൂ. അങ്ങോട്ടൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് വേറെ മോസ്ഫെറ്റ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ട് ഫ്ലോ ചെയ്യേണ്ടി വരും. അപ്പോൾ മാത്രമേ 100 വാട്ടിലും കൂടിയ SMPS ഉണ്ടാക്കണമെങ്കിൽ അതിന് ഫ്ലൈ ബാക്ക് കൺവെർട്ടർ നല്ല പറയും. അത് ഫുൾ ടൈം ഓൺ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ബേസിക് SMPS-ൻ്റെ സർക്യൂട്ടാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ IC ആദ്യം ഓണായത്, IC-യുടെ പവർ സപ്ലൈ ഓണായത് ഈ കപ്പാസിറ്റർ വഴി, ഈ റെസിസ്റ്റർ വഴി 300 വോൾട്ട് DC-ന്ന് ചാർജ് ആയിട്ടാണ്, ഈ കപ്പാസിറ്റർ ചാർജ് ആയിട്ടാണ് IC-ക്ക് VCC പവർ കിട്ടിയത്. പക്ഷേ
ഒരു വട്ടം ഐ സി ഓണായി കഴിഞ്ഞാൽ ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു സെക്കൻഡറി വൈൻഡിങ് ഇട്ടിട്ടുണ്ട്. ഒരിക്കൽ ഓണായ ഈ സെക്കൻഡറി വൈൻഡിങ് കൂടെ ഡി സി വരിട്ട് ആ ഡി സി കൊണ്ടാണ് ഇത് ഓണാകുന്നത്. പിന്നീട് നമുക്ക് എന്ത് വേണ്ട, ഒരിക്കൽ ഓണായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡി സി ഈ റെസിസ്റ്ററിലൂടെ വരേണ്ട ആവശ്യമില്ല. കാരണം ഈ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂ ആണ്. അപ്പോൾ ഹൈ കറണ്ട് തരാൻ പറ്റില്ല. ഇതൊക്കെ ഒരു 100K പോലത്തെ വലിയ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ചാർജായി ഐ സി ഓണായി കഴിഞ്ഞാൽ ഈ ചെറിയ വൈൻഡിങ്ങിൽ കൂടിയാണ് ഇതിന് ഡി സി കിട്ടുക. അപ്പോൾ ആ സ്റ്റാർട്ടിങ് ടൈം മാത്രമേ ഒന്ന് ചാർജ് ആകാൻ വേണ്ടി മാത്രമേ ആ റെസിസ്റ്റർ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിലെ എനർജി റിവേഴ്സ് വരുന്ന ഹൈ നമുക്കറിയാം. ഒരു ഇൻഡക്ടറിലൂടെ വോൾട്ടേജ് ഓണും ഓഫ് ചെയ്യുമ്പം വലിയ പീക്കായിട്ടുള്ള, സാധാരണ ഈ ഓൺ ഓഫ് ചെയ്യുമ്പം പീക്ക് പോലത്തെ ഇങ്ങനത്തെ സ്പൈക്സ് സാധാരണ ഇതിലുണ്ടാകാറുണ്ട്. ഈ സ്പൈക്സിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഡയോഡും ഒരു ഹൈ വോൾട്ടേജ് സിഗ്നൽ ഡയോഡും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡയോഡ് നമ്മൾ ഷോർട്ട് കീ ഡയോഡാണ് ഇടുക. നോർമൽ ഡയോഡ് ഇടാൻ പറ്റില്ല. കാരണം ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഏകദേശം ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും. 20 kHz ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും. അതായത് നോർമൽ 50 Hz അതായത് ഈ പൾസിൻ്റെ ഓൺ ഓഫ് ടൈം നമ്മൾ 50 Hz ആണെങ്കിൽ നമുക്കറിയാം 20 millisecond, അതായത് 10 millisecond ഓൺ 10 millisecond ഓഫ്. ഇതാണ് നമ്മൾ സാധാരണ 50 Hz വരിക. ഇത് ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ ഇത് എല്ലാം നാനോ സെക്കൻഡിലായിരിക്കും. നാനോ സെക്കൻഡിലാവുന്ന സമയത്തുള്ള കുഴപ്പം, സാധാരണ ഡയോഡുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ഡയോഡ് ഓണായി കഴിഞ്ഞാൽ, ഫോർവേഡ് ബയസ് ഒരു ഡയോഡ് ഓണായി റിവേഴ്സിലേക്ക് വരുമ്പം അത് ഓഫ് ആകാനായിട്ടൊരു കുറച്ച് ടൈം വേണം. അതിന് നമ്മൾ പറയുന്ന പേര് റിവേഴ്സ് റിക്കവറി ടൈം എന്നാണ്. അതായത് റിവേഴ്സ് റിക്കവറി ടൈം സാധാരണ ഡയോഡുകൾക്ക് വളരെ കൂടുതലാണ്. അതായത് ഫോർവേഡ് ബയാസ് ഇരിക്കുന്ന ഒരു ഡയോഡ് പെട്ടെന്ന് റിവേഴ്സ് ആക്കിയാൽ അതൊരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യും. കുറച്ച് സമയത്തേക്ക് അത് കണ്ടക്ട് ചെയ്യും. അപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 1N4001, 2 എന്നീ തുടങ്ങിയ ഡയോഡുകളൊന്നും SMPSൽ ഉപയോഗിക്കാൻ പറ്റിയാൽ. അതിനെല്ലാം ഷോർട്ട് കീ ഡയോഡുകൾ വേണം. അതിന് നമ്മൾ സാധാരണ വരയ്ക്കുന്ന സിമ്പിൾ ഇങ്ങനെ വരയ്ക്കും. ഇതാണ് ഷോർട്ട് കീ ഡയോഡിൻ്റെ സിമ്പിൾ. സാധാരണ ഈ 1N58 സീരീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത്തരം ഡയോഡുകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത്തരം ഡയോഡിൻ്റെ പ്രത്യേകത, അതിന് ഒന്ന് ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കുറവായിരിക്കും. 0.1, 0.2 വോൾട്ടൊക്കെ ഡ്രോപ്പാണ്. നമ്മൾ സാധാരണ ഡയോഡിന് 0.7 ഉണ്ട്. ഇത് റിവേഴ്സ് പെട്ടെന്ന് തന്നെ റിക്കവറി ആവും. അതുകൊണ്ട് ഹൈ ഫ്രീക്വൻസിയിൽ ഇത്തരം ഡയോഡ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. നോർമൽ ഡയോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെ വർക്ക് ചെയ്യും. ഡയോഡായിട്ട് അത് വർക്ക് ചെയ്യില്ല. കാരണം അതിൻ്റെ റിവേഴ്സിൽ റിക്കവർ ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നതിന് മുമ്പ് തന്നെ അടുത്ത പൾസ് വരുന്നത് കൊണ്ട് അതെപ്പോഴും ഷോർട്ട് പോലെ ആക്ട് ചെയ്യും. അപ്പം സാധാരണ ഡയോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു SMPSൻ്റെ സർക്യൂട്ടാണ് ഇവിടെ വരച്ചത്. ഇവിടെ ഇതിൻ്റെ പവർ എല്ലാം ഡിസൈൻ ചെയ്യുന്നത് എത്ര കറണ്ട് ഉണ്ടെന്നനുസരിച്ച് മോസ്ഫെറ്റിൻ്റെ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എത്ര കറണ്ട് വേണം, എത്ര വാട്ടിൻ്റെ ആണെന്ന് കണക്ക് കൂട്ടി എത്ര വോൾട്ടേജ് വേണമെന്നനുസരിച്ചാണ് ഈ വൈൻഡിങ്ങിൻ്റെ ടേൺസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ TL431 അഡ്ജസ്റ്റബിൾ സിഗ്നൽ ഡയോഡ് യൂസ് ചെയ്തു. എത്ര വോൾട്ടേജിൽ ഔട്ട്പുട്ട് എത്ര വോൾട്ടേജ് വേണം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വോൾട്ടേജ് ആകുമ്പോൾ സീനർ ഓൺ ആവും. അപ്പോൾ ഓപ്റ്റോ കപ്ലർ ഓൺ ആകുന്ന വിധത്തിലാണ് ഈ സർക്യൂട്ട് വെച്ചിരിക്കുന്നത്. ഒരിക്കൽ ഓൺ ആയി കഴിഞ്ഞാൽ ICക്ക് വേണ്ട പവർ ഈ ചെറിയ വൈൻഡിങ് കൂടിയാണ് കിട്ടുക, മോളിൽ നിന്നല്ല. ഇതാണ് നമ്മുടെ ഒരു SMPSൻ്റെ വർക്കിങ്. ഇത് കൂട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ ഇടുക. ഇതൊരു ഡീറ്റെയിൽ വീഡിയോ അല്ല, ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയുമായി.